ലഹരി വിപത്തിനെതിരെ രൂപതയിൽ സന്ധിയില്ലാ സമരത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. സൽക്കർമ്മത്തിൽ ഒന്നിച്ചു മുന്നേറാനും സാമൂഹിക വിപത്തിനെതിരെ കരങ്ങൾ കോർത്ത് നല്ല നാളേക്കായി ഉണർന്ന് പ്രവർത്തിക്കാനും ഏവരെയും ആഹ്വാനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഉത്ഥാനോത്സവ ദിനങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ലഹരി വിപത്തുകൾക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വിശ്വാസജീവിത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന കുഞ്ഞുങ്ങളും വൈദികരും സമർപ്പിതരും വിശ്വാസജീവിത പരിശീലകരും മയക്കുമരുന്ന്, മദ്യം, രാസലഹരി, പീഡനം, കൊലപാതകം തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്കെതിരെ അണിനിരന്നത് രൂപതയുടെ ചരിത്രത്തിൽ അവിസ്മരണീയ ഏടായി മാറി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഉത്ഥാനോത്സവ ദിനങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് എല്ലാ ഇടവകകളിലും ഇത്തരം വിപത്തുകൾക്കെതിരെ ക്രിയാത്മകമായി ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് നാളെയുടെ വാഗ്ദാനങ്ങളായി കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നതിന് മുന്നോടിയായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്റെ ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും നശിപ്പിക്കുന്ന മദ്യവും മയക്കുമരുന്നും പാൻ മസാലകളും മറ്റെല്ലാ ലഹരി വസ്തുക്കളും തിന്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുടുംബബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും കടക്കുന്ന അന്തസ്സും അഭിമാനവും ആരോഗ്യവും ഇല്ലാതാക്കുന്ന മദ്യവും ലഹരി വസ്തുക്കളും ഉണ്ടാക്കുകയോ കൊടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ പ്രാർത്ഥന വഴിയും പ്രവർത്തനങ്ങൾ വഴിയും ക്രിയാത്മകമായി പ്രതികരിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന, വഴി നടത്തുന്ന ദൈവത്തിന്റെ അനന്തമായ കൃപയും അനുഗ്രഹവും ഞാൻ ഏറ്റുപറഞ്ഞ പ്രതിജ്ഞയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വാഗ്ദാനവും പാലിക്കുവാനുള്ള കൃപ എനിക്ക് നൽകട്ടെ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ബോധവൽക്കരണം നൽകുന്നതിന് ഉപകരിക്കുന്ന ക്ലാസുകളും റാലികളും കത്തീഡ്രലിലും രൂപതയിലെ മറ്റ് എല്ലാ ഇടവകകളിലും സംഘടിപ്പിച്ചു. കുടുംബത്തിലും സമൂഹത്തിലും നിഷേധാത്മക ഭാവങ്ങൾ ഉളവാക്കുന്ന ഇത്തരം വിപത്തിനെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണെന്നും കുരുന്നു മനസ്സുകളിൽ നന്മയുടെ പാഠങ്ങൾ നിറയ്ക്കാനും സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനും പ്രചോദനമേകുന്ന ഈ സൽക്കർമ്മത്തിൽ ഒന്നിച്ചു മുന്നേറാനും സാമൂഹിക വിപത്തിനെതിരെ കരങ്ങൾ കോർത്ത് നല്ല നാളേക്കായി ഉണർന്ന് പ്രവർത്തിക്കാനും മാർ ജോസ് പുളിക്കൽ ഏവരെയും ആഹ്വാനം ചെയ്തു. നിങ്ങളാണ് ഈ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും നല്ല ലോകത്തിന്റെ പോലും ചൈതന്യമായിട്ടും ശക്തിയായിട്ടും മാറുന്നത് സഭയുടെ സമ്പത്താണ്. നമുക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളതായിരിക്കും. ലഹരിയുടെ ഉപയോഗം പാടില്ല എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുമ്പോൾ ഒന്നാമതായിട്ട് എടുക്കേണ്ട തീരുമാനം വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന തീരുമാനമാണ് ഏറ്റവും പ്രസക്തമായത്. നമ്മൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. മദ്യവും മയക്കുമരുന്നും മൂലം അപകടത്തിലാകുന്ന, തകർന്നു പോകുന്ന എത്രയോ കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. കുട്ടികൾ പലപ്പോഴും അപകടങ്ങളിൽ പെടുന്നുണ്ട്, മനസ്സറിയാതെ തന്നെ. അവിടെ ഒരു ജാഗ്രതയും ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ, നമ്മുടെയൊക്കെ പഠന മേഖലകളിലേക്കൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട ലോബികൾ പലതരത്തിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മിഠായി രൂപത്തിലും ഐസ്ക്രീമിന്റെയും ജ്യൂസിന്റെയും ഒക്കെ രൂപത്തില് നിങ്ങളുടെ ഉള്ളിലേക്ക് ലഹരി, ഇങ്ങനെയുള്ള രാസലഹരികൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു. അങ്ങനെയുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിൽ കൂടി ആണ് നമ്മൾ കടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാവുന്നു. രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റത്തിൽ, ചാൻസലർ ഫാദർ മാത്യു ശൗര്യാംകുഴി, വിശ്വാസജീവിത പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് വളന്മനാൽ, കത്തീഡ്രൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ കുര്യൻ താമരശ്ശേരി, ഫാദർ ജേക്കബ് ചാത്തനാട്ട്, ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ, ഫാദർ തോമസ് മുളങ്ങാശ്ശേരി എന്നിവരും സന്നിഹിതരായിരുന്നു. ഷെക്കേന ന്യൂസ്, കോട്ടയം.